ഗായ്സ്, അപ്പം നമ്മുടെ നേപ്പാളിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പം ഒരു ഭരണം, അവിടുത്തെ ഭരണം തന്നെ മാറാനായിട്ടുള്ള സൂചനകളൊക്കെ അവിടെ കണ്ടുവരുന്നുണ്ട്. അത് 19 പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത് പ്രൊട്ടസ്റ്റിൽ. അതായത് ഇതിന് കാരണം എന്താണ്? അതായത് അവിടുത്തെ സാമ്പത്തിക പ്രശ്നം, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ ജനങ്ങൾ കുറേ വലയുന്നുണ്ട്. അപ്പം പൊളിറ്റീഷ്യൻസിനെതിരായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ട്രോളുകളും എല്ലാം യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇട്ടു. വെറുതെ ഇട്ടതല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ എല്ലാം മക്കളെല്ലാവരും വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫുകളാണ് നടത്തുന്നത്. അപ്പോൾ അവർ അതിൻ്റേതായ തെളിവുകളൊക്കെ ഉണ്ട്. അവരുടെ ഫോട്ടോസ്, പിന്നെ അവർ ഉപയോഗിക്കുന്ന വാച്ചുകൾ, ഡ്രസ്സ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഉള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ അവർ ട്രോൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇട്ടു. അപ്പം ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം, ആപ്പുകളെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, അവിടെ ടിക്ടോക്ക് ഉണ്ട്, അങ്ങനെ കുറേ ആപ്പുകളുണ്ട്, 10-26 ആപ്പുണ്ടെന്ന് പറയാം. ഇതെല്ലാം കൂടെ ഗവൺമെൻറ് അങ്ങോട്ട് ബാൻ ചെയ്ത് കോടതിയിൽ നിന്ന് വിധിയൊക്കെ വന്നു എന്നൊക്കെ കേട്ടെ. അപ്പം ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെതിരായിട്ട് ജെൻസി ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അതും വളരെ ശാന്തമായ രീതിയിലാണ് ആ പ്രൊട്ടസ്റ്റ് നടത്തിയത്. പക്ഷേ അവിടുത്തെ നേപ്പാൾ ഗവൺമെൻറ് അവരെ വളരെ മൃഗീയമായിട്ടാണ് ഉപദ്രവിച്ചത്. അപ്പം 19 പേര് വെടിവെറ്റ് മരിച്ചു. അതിൽ പ്രായപൂർത്തിയാവാത്തവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതവർക്ക് തീരെ സഹിക്കാനായില്ല. അപ്പോൾ അവർ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി. അതാണ് അവിടെ കണ്ടത്. ഇപ്പം നമുക്ക് റീൽസിലൊക്കെ കാണാം. രണ്ട് ദിവസം കൊണ്ടാണ് അവിടെ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ എല്ലാം നശിപ്പിച്ച് എല്ലാം നമ്മൾ കണ്ടതല്ലായിരുന്നു. പൊളിറ്റീഷ്യൻസിനെയൊക്കെ നമ്മൾ ഈ പട്ടീനെ തല്ലി കല്ലെറിഞ്ഞ് ഓടിക്കുന്നതുകൊണ്ട് കാണാം. അവിടുത്തെ മിനിസ്റ്റർമാരെ എല്ലാം, ഫിനാൻസ് മിനിസ്റ്റേഴ്സും അങ്ങനെ കുറച്ച് പേര് മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാത്തിനും ഇട്ടിട്ട് അടിച്ച് ഓടിക്കുന്നത് കണ്ടായിരുന്നല്ലോ. അതാണ് അവസ്ഥ. ഇതൊക്കെ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മളെ നികുതി പണം ഉപയോഗിച്ച് അവർക്ക് തോന്നിയത് അവർ ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് ഇവർ. അവിടെ തന്നെ കാണിക്കുന്നുണ്ട് പോലീസുകാരുടെ കാര്യം. പോലീസുകാരുടെയൊക്കെ തുണിയൊക്കെ എടുത്ത് അവന്മാർ പിള്ളേർ തന്നെ ഇട്ടുകൊണ്ട് നടന്നിട്ട് അവിടെ കിടന്ന് കാണിക്കുന്നതൊക്കെ കാണണം. സത്യം പറഞ്ഞാൽ അതാണ്. ഇപ്പം ഓർക്കണം, നികുതി, സാധാരണ ജനങ്ങളുടെ നികുതി വാങ്ങി വയറ് നിറച്ച് ഇപ്പോൾ ഇങ്ങനെ നടന്ന് കുറേ ലക്ഷറീസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ കാണിച്ച് നടക്കുന്ന പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. നമുക്കും അറിയാം കുറേ എണ്ണത്തിനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. അത് എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇത് നമ്മൾ യുവാക്കൾ വിചാരിച്ചാൽ എന്തൊക്കെ ഇവിടെ നടക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിലവിൽ ഇപ്പം വേറെ വിവരങ്ങളൊന്നും നേപ്പാളിനെ പറ്റി അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻസ് എല്ലാം ഇപ്പോൾ ഫെയിലായി കിടക്കുകയായിരിക്കും. പിന്നെ അവിടെ അതുകൊണ്ടൊക്കെയുള്ള ഒരു സംഭവങ്ങളാണല്ലോ നടന്നത്. ജെൻസി ചെറിയ ഒരു ജെൻസി അല്ല എന്നിപ്പം മനസ്സിലായല്ലോ.